ഗോൾഡ് കോയിൻ ഫ്രീ, ഡയമണ്ട് ഫ്രീ, പിന്നെ ഒരുപാട് സമ്മാനങ്ങളും. ഈ വർഷത്തെ അക്ഷയതൃതീയ എന്തായാലും നിങ്ങൾക്ക് ഐശ്വര്യം കൊണ്ടുവരും. വിഷു അക്ഷയതൃതീയോടനുബന്ധിച്ച് 1 പവന് മുകൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. തീർന്നിട്ടില്ല, പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈനിറയെ സമ്മാനങ്ങളും. മറക്കണ്ട, ഈ ഓഫർ ഏപ്രിൽ 10 മുതൽ 20 വരെ. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അരുക്കുറ്റി, വഴുതല, എരമല്ലൂർ, ഇപ്പോൾ പള്ളുരുത്തിയിലും. കൊച്ചി വികസന വിഷയങ്ങളിൽ 2020 ഇടപെടൽ ശക്തമാക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ NDAയും 2020 പാർട്ടിയും ഉയർത്തിയ കൊച്ചി വികസന പത്രികയും മറ്റ് ജനകീയ പ്രശ്നങ്ങളെയും അടിസ്ഥാനമാക്കി ജനകീയ ഇടപെടലുകളും സമരങ്ങളും നടത്തുന്നതിന് ഫോർട്ട് കൊച്ചി വേളയിലെ പാർട്ടി ഓഫീസിൽ ചേർന്ന 2020 കൊച്ചി നിയോജക മണ്ഡലം നേതൃയോഗം തീരുമാനിച്ചു. 2017 ആരംഭിച്ച ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ ഫെറി സർവീസ് ആസൂത്രണ പിഴവുകൾ, കെടുകാര്യസ്ഥത, സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവ മൂലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് യോഗം ആരോപിച്ചു. സേവനം കാര്യക്ഷമമാക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടതായും വരുമാന ചെലവ് വിവരങ്ങൾ സുതാര്യമായി പുറത്തുവിട്ടതായും ചൂണ്ടിക്കാട്ടി. ഫെറി സേവനം കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് കൈമാറുക, UPI പേയ്മെന്റ് നടപ്പാക്കുക, പുതിയ റോറോ വാഹിനി സർവീസിലാക്കുക, സ്വകാര്യവൽക്കരണ ശ്രമങ്ങൾ നിർത്തുക, മോട്ടോർ ബൈക്ക് മാസ് പാസ് അനുവദിക്കുക, യാത്രക്കാരുടെ സൗകര്യങ്ങൾ മോണിറ്ററിംഗ് സമിതി എന്നിവ ഉൾപ്പെടെ വിവിധ ആശയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. കാലവർഷത്തിനു മുമ്പ് വെള്ളക്കെട്ട് പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഫോർട്ട് കൊച്ചി, ചുള്ളിക്കൽ, മുണ്ടംവേലി, തോപ്പുംപടി, പള്ളുരുത്തി, ചെല്ലാനം, കുമ്പളങ്ങി മേഖലയിൽ ഏരിയ സമിതികളും രൂപീകരിച്ചു. കൊച്ചി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ടെന്നി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് സേവ്യർ ജൂലപ്പൻ ജനകീയ വികസന വിഷയങ്ങളെയും ഇടപെടലുകളെയും കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ ജോർജ് ജിജൻ, ഷീല ഡേവിഡ്, KS രമണി, റോബിൻ, മനോരഞ്ജിത്ത്, യേശുദാസ്, ആൻഡ്രോസ് ജോസഫ്, CR അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മളോട് എതിർത്ത് നിൽക്കാൻ, മത്സരിച്ച് നിൽക്കാൻ സാധിക്കില്ല. കാരണം ഇവര് വികസനത്തെ കുറിച്ച് പറഞ്ഞു എല്ലാവരും പറയാം. 2017 കൊച്ചി റോറോ ഫെറി ആരംഭിക്കുന്നത്. റോറോ ഫെറി ഇന്ന് പത്രത്തിലും ന്യൂസ് ഉണ്ട്. ഞാൻ ആ ന്യൂസിന് ഭയപ്പെടുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ 2020 പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ ഈ മീറ്റിംഗില് റോറോ ഫെറിയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് പറഞ്ഞത്. ഇന്ന് എന്തുകൊണ്ട് ആ ന്യൂസ് ഒന്നും എനിക്കറിയില്ല. മനോരമ പത്രത്തിൽ 5 കോളം ന്യൂസാണ് 3ാമത്തെ റോറോ ബസ് റെഡിയായിരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് നിസ്സാരമൊന്നുമല്ല. എവിടെന്നെങ്കിലും ഒരു ചീട് ഒരു സൂചന കിട്ടിയാൽ മതി അതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിക്കും. അപ്പൊ രാവിലെ ഞാൻ മനോരമ പത്രത്തിൽ നോക്കുമ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞു വെച്ച ഈ റോറോ ഫെറിയുടെ പ്രശ്നം ഇനി എന്താണോ പ്രശ്നം തീർന്നെന്ന് രീതിയിലാണ് പത്രത്തിൽ എഴുതിയിട്ടുള്ളത്. 3ാമത്തെ റോറോ വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ പത്രവുമായിട്ട് LDFും UDFും ഈ കൊച്ചിക്കാരുടെ മുമ്പിൽ ചെന്ന് അവർ വിശ്വസിക്കില്ല. കാരണം 2017 തൊട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഇവരെവിടെയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇതിന് മറുപടി വരും. നമുക്ക് ഇതുപോലുള്ള ജനകീയ വിഷയങ്ങളിലേക്ക് ഇറങ്ങിത്തിരുന്നതുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞു, കല്യാണ ആശുപത്രിയിൽ മോർച്ചറി, അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരൊക്കെയെല്ലാം ഇറങ്ങി നടന്നപ്പോൾ കണ്ട വെള്ളക്കെട്ടുകൾ, ഇതൊക്കെയെല്ലാം നമ്മുടെ പ്രശ്നങ്ങള്, നമ്മളോടൊപ്പം ജീവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളുടെ ഒരുക്കങ്ങളും ജനങ്ങളിടയിലുള്ള നമ്മുടെ ജനങ്ങൾക്ക് നമ്മളോടുള്ള ഇഷ്ടവും വർദ്ധിപ്പിക്കാൻ സാധിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.